വിഴിഞ്ഞം തീരപ്രദേശങ്ങളിലും വെങ്ങാനൂരിലും വെള്ളമില്ലാത്തതായിരിക്കുമല്ലേ? വിഴിഞ്ഞും വെങ്ങാനൂരിൽ നിന്ന് കേൾക്കുമ്പോൾ അത് തന്നെയാണ് കാര്യം. ഇപ്പോഴും ജലപ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നു. വിഴിഞ്ഞത്ത് 60% വീടുകൾ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. ഈ പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളം എത്തിയിട്ടും ഒരാഴ്ചയാകുന്നു. അതേസമയം വഞ്ചിയൂരിലെ കുടിവെള്ള പ്രശ്നം ഈ മാസം 30 മുമ്പ് പരിഹരിക്കുമെന്ന കൗൺസിൽ ഗായത്രി ബാബുവിന്റെ പ്രഖ്യാപനം വെറും വാക്കായെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്ന് പുലർച്ചെ വെള്ളം വന്നെങ്കിലും ഈ മാസം 4 തവണയാണ് ഇവിടെ ജലവിതരണം നടന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെയും സ്മാർട്ട് സിറ്റിയുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. അഞ്ജന അനിൽകുമാർ വിഴിഞ്ഞത്ത് നിന്ന്, കോട്ടപ്പുറത്ത് നിന്ന് ചേരുന്നു. അരുൺ സോളമൻ ഋഷിമംഗലത്ത് നിന്നും ചേരുന്നു. ആദ്യം അഞ്ജനയിലേക്ക്. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞത്ത് വെള്ളം ഇനിയും എത്തിയില്ലേ? ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ജലവകുപ്പിൽ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായതൊക്കെ അറിയാൻ സാധിച്ചു. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം 61-ാം വാർഡായ കോട്ടപ്പുറത്താണ്. ഇന്നലെ നമ്മൾ ഇവിടെ തന്നെയുള്ള പിറവിളാകത്ത് പോയിരുന്നു. അവിടുത്തെ സ്ഥിതി തന്നെയാണ് ഇവിടെയും ഒട്ടനവധി കാലമായി ഇവർ ബുദ്ധിമുട്ടുന്നു. നമ്മൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ എത്രമാത്രം രൂക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ്. ദിവസവും 10 കുടം വെള്ളമാണ് പല വീടുകളിലും ആവശ്യം വരുന്നത്. അതിൽ ഒരു കുടത്തിനാവട്ടെ 5 രൂപയാണ്. ഇപ്പോൾ നമുക്കിവിടെ വെള്ളം ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു ചെറിയ കുടത്തിന് 5 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതിനാകട്ടെ 10 രൂപയും. അപ്പോൾ ഇങ്ങനെയുള്ള 10 കുടങ്ങളാണ് ഒരു വീട്ടിൽ ആവശ്യം വരുന്നത്. ഈ വെള്ളം വെച്ച് വേണം ഇവർക്ക് ഇവിടുത്തെ പാചകമാണേലും മറ്റാവശ്യങ്ങളാണേലും എല്ലാം തന്നെ നിറവേറ്റാൻ. ഇവർ നമ്മളോട് ആ ബുദ്ധിമുട്ടുകൾ പറയുകയായിരുന്നു. കുട്ടികളുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കുട്ടികൾ. ഇങ്ങനെയൊരു ജലപ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ ഇവരും വളരെയധികം തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ളവരോട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ഹലോ, ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ഈ കോട്ടപ്പുറം വാർഡിൽ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കൂടെ വെള്ളം 10 രൂപ വെച്ചാണ് അടിക്കുന്നത്. ഈ 5 മണിക്കാണ് വെള്ളം ലോറിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വയസ്സെന്ന അമ്മച്ചിമാരൊക്കെ കാത്തു കിടന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം എടുക്കുമ്പോൾ ഇവിടുത്തെ മെമ്പർമാരോ ഇവിടുത്തെ MLA ഞങ്ങൾക്ക് ആർക്കും ഒരു ധനസഹായം ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് അവർ വോട്ട് ജയിക്കും മുമ്പ് പറയും നിങ്ങൾക്ക് വെള്ളം ഞങ്ങൾ കുടിവെള്ളം തരാം. അങ്ങനെ ഇതുവരെ ഇത്രയും വർഷകാലം കൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം തന്നിട്ടില്ല. ഇപ്പോൾ അദ്വാനിയിലുള്ളൊരു പൈപ്പ് തന്നു, അതിനും കുടിവെള്ളം ഇല്ല. ഞങ്ങൾ 10-25,000 ചിലവാക്കി പൈപ്പ് വെച്ച് സ്വന്തമായിട്ട് വെച്ച് അതിനും കുടിവെള്ളം ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ ഞങ്ങളുടെ ആണുങ്ങൾക്ക് കടലിൽ എത്രയോ കിലോമീറ്ററുള്ള ഉൾക്കടലിൽ പോണ ആണുങ്ങൾക്ക് ഞങ്ങൾ ഓരോ കന്യാസ് വെള്ളം കൊടുത്തേക്കുന്നത്. അതിൽ ഒരു കുട വെള്ളം 10 രൂപയുടെ വെള്ളമാണ് കൊടുത്തേക്കുന്നത്. ആ 10 രൂപയുടെ വെള്ളം തികയില്ല, എന്നാലും 10 രൂപയുടെ വെള്ളമാണ് കൊടുത്തേക്കുന്നത്. ഈ 10 രൂപയുടെ വെള്ളം കടലിലും കൊടുത്തയച്ച് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വെള്ളം എടുക്കുമ്പോൾ ഞങ്ങൾ എന്തൊരു ചെയ്യും? ഞങ്ങളുടെ ആണുങ്ങൾ കടൽ പണിക്ക് പോകണവർ എന്തിനാണ് സമ്പാദിച്ച് കൊണ്ടുവരുന്നത്? എന്തിനാണ് വരുമാനം ഇരിക്കുന്നത്? അവർ 10-200 രൂപ കൊണ്ട് തന്നാലും കുടിവെള്ളത്തിന് 50 പോകണം, 100 രൂപയും പോകണം വെള്ളത്തിന്. അപ്പോൾ ഞങ്ങൾ എന്തൊരു ചെയ്യണം? ഞങ്ങൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനോ കുടിവെള്ളത്തിന് ഞങ്ങൾ ശ്രമിക്കാനോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ അപേക്ഷിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലെ ആരും ഞങ്ങൾക്ക് ഈ സഹായത്തിന് വേണ്ടി ഞങ്ങൾക്ക്. അഞ്ജന, നമ്മൾ ഇന്നലെ ഈ ഇവിടുത്തെ വാർഡ് മെമ്പറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് അവർ ഇടപെടാം എന്നാണ്. ഇതിനകത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണോ വെള്ളം കിട്ടാത്തത്? ഇന്നലെ വാർഡ് മെമ്പറുമായി എല്ലാം തന്നെ സംസാരിച്ചിരുന്നു. ഇവരും പലവട്ടമായി സംസാരിച്ചതാണ്. എന്നാൽ സ്ഥിരം പല്ലവിയാണ് അത് എന്നാണ് ഇവർ ആവർത്തിക്കുന്നത്. ഇന്ന് ശരിയാകും, അല്ലെങ്കിൽ നാളെ ശരിയാകും, 1 മാസത്തിനുള്ളിൽ എന്തായാലും പരിഹാരം ഉണ്ടാകും എന്നുള്ള വാക്കുകൾ ഇവർ നിരന്തരം കേട്ട് മടുത്തിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയേ, അവസാനം വെള്ളം വന്നത് എന്നാ പൈപ്പിൽ? ചേട്ടാ, ഇവിടെ അവസാനമായിട്ട് പൈപ്പിൽ വെള്ളം വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? പൈപ്പിൽ വെള്ളം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് ഇതുപോലെ വെള്ളം വന്നിട്ട് വെള്ളം മാറിയിട്ട് ഇപ്പോൾ ഇതുപോലെ വരുന്നു. അത് ഇത് തെളിഞ്ഞിട്ട് വരുന്ന വെള്ളം കുറേ കളയുമ്പോഴത്തെ അത് പായലായിട്ട് വരികയാണ്. കളർ ചുവപ്പും പച്ചയും നീലം കളറിലൊക്കെ വരുന്നു. ഇത് കുടിക്കുന്ന ഞങ്ങൾ കണ്ണും കര കാണാത്ത ഞങ്ങൾ പോയി അലാവും മറ്റും കുടിക്കുമ്പോൾ വയറ്റിളൊക്കെ എടുക്കുന്നത്. ഞങ്ങളൊക്കെ സുഖമില്ലാത്ത ഞങ്ങളാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് മുമ്പറോ MLA ആരും ഇവിടെ വകവയ്ക്കുന്നില്ല. ഞങ്ങളൊരു രോഗികളാണ്. വോട്ടിടുമ്പോൾ വന്നിട്ട് അച്ഛ അപ്പ പൊന്നെ രാജ്യം കുമ്പിട്ട് ഞങ്ങളൊക്കെ ഇട്ട് വോട്ട് ഇട്ടൊക്കെ അവർ ഞങ്ങളെ സഹകരിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വണ്ടി കൂലിയൊക്കെ ഇട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അവർക്ക് നല്ലാവാൻ വേണ്ടിയിട്ട് അവർ MLA ഒരു മന്ത്രി ആകുമ്പോൾ നമ്മളെയൊക്കെ അവർ വകവയ്ക്കുന്നില്ല. നമ്മൾ പാവങ്ങളാണ്, പഠിത്തങ്ങളില്ല. ഈ വയ്യാത്ത കുരുടന്മാരൊക്കെ ഞങ്ങൾ എന്ത് മക്കളെ എവിടെ പോയി ഞങ്ങൾ ജീവിക്കുക. അങ്ങനെ
ഞങ്ങൾക്ക് ഒരു ധനസഹായം ഇല്ലാതെ Okay. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കിടക്കാൻ മക്കൾ അഞ്ജന, പോയി അങ്ങനെ എന്നിട്ട് എത്ര 2 രൂപ കുടുംബങ്ങളാണ് ഇപ്പോൾ ആ കൊടുക്കുന്ന പ്രദേശത്ത് പഠിക്കുന്ന മാത്രമുള്ളത്? മക്കൾക്ക് ഈ എന്തെങ്കിലും ബുക്ക് കോട്ടപ്പുറത്ത് വാങ്ങിക്കണം. മാത്രമുള്ളത് എത്ര കുടുംബങ്ങളായിരിക്കും അഞ്ജന? ഇവിടെ ഏകദേശം 150ഓളം കുടുംബങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണെങ്കിലും ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്. 150 അല്ല, 150-ൽ കൂടുതലുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഒരു വീട്ടിൽ തന്നെ 3-4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നേരത്തെ ഇവിടുത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പൈപ്പ് വെള്ളം എത്തിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. എന്നാൽ ഈ വരുന്ന വെള്ളമാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, കലങ്ങിയ വെള്ളമാണ്. ഇവിടെ കൂടുതലും പ്രായമായവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളം ഇവർക്ക് ഉപയോഗിക്കാനും കഴിയില്ല. നല്ല വെള്ളമാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ആരാണ്? വാർഡ് ഏതാണ്? ആ വാർഡ് മെമ്പർ ആരാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം 61-ാം വാർഡിലാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ പനിയടിമയാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ പനിയടിമയാണ്. പനിയടിമടുത്ത് 1000 പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്നില്ല. MLA ഒരു പ്രാവശ്യം MLA അടുത്തും പറഞ്ഞു, അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തൊരു ചെയ്യണം? ഞങ്ങളുടെ മെമ്പർമാരൊക്കെ ഭരണ നേരത്തിനൊക്കെ പറയുമ്പോഴേ ഇല്ലമ്മ നാളെ വരുമമ്മ മറ്റന്നാൾ വരുമമ്മ ഇങ്ങനെയെല്ലാം പറയണം. പിന്നെയും പറയണം ചൂടാക്കി കുടിക്കണത്. എന്തൊരു ഞങ്ങൾ മനുഷ്യരെ മൃഗമോ? അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും മെമ്പറിനോ MLA-ക്കോ ഒന്നും ഉത്തരം കണ്ടെന്ന് വരില്ല. ഇനി അവർക്ക് ഉത്തരവില്ലെങ്കിൽ പോലും ഇത് നടപ്പാക്കി കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങളുണ്ട്. വിഴിഞ്ഞത്ത് കോട്ടപ്പുറത്ത് ശുദ്ധജലം എത്തുന്നില്ല. അവിടെ എത്തുന്ന വെള്ളം പായലും ചുവപ്പ് നിറം കഴിഞ്ഞതുമാണ്. കണ്ടു കാണാത്ത ധാരാളം ചേട്ടന്മാരുണ്ട്. ആ ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതറിയാതെ രാവിലെ പോയിട്ട് വെള്ളം മുഖത്തേക്ക് എടുക്കുക, വായിൽ കുലുക്കുഴിയുക. ഈ സമയമാകുമ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ വയറിളക്കം വരിക, വീണ്ടും ആശുപത്രിയിൽ പോവുക എന്നൊരവസ്ഥയിലേക്കാണ്. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കൂ. 180 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്ത് ശുദ്ധജലം വന്നിട്ട് ഒരാഴ്ചയാവുന്നു. കിട്ടുന്ന വെള്ളമാവട്ടെ പായലും പൂപ്പലും ഒക്കെയുള്ള വെള്ളവും. ഇതാണ് അവിടുത്തെ അവസ്ഥ. തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധ അവിടെ വേണം. ഈ